ഈ കണ്ണു എഴുതി പൊട്ടൊക്കെ തൊട്ട് ആരും ഓർമ്മിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ വേറെ ആലോചിച്ചു നിന്നൊന്നല്ല, ഞാൻ എന്റെ കെട്ടിയവൻ ആലോചിക്കുന്നതാ, നിങ്ങളുടെ മോനെ. രണ്ടുപേരും കൂടെ ആലോചിച്ച് ഇനി ഈ വീട്ടിൽ തൊട്ട് കേട്ട അടുക്കള മാത്രമേ ഉള്ളൂ. എന്റെ മോനെ കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത്, മനസ്സിലായോ? എന്നെ ഉപദ്രവിക്കരുത്, നിനക്കറിയാമോ? അയ്യോടാ, എന്റെ കെട്ടിയവൻ കഷ്ടപ്പെടുന്നതേ നിങ്ങളെ നോക്കാൻ വേണ്ടിട്ടല്ല, എന്നെ എന്റെ പിള്ളേരെ നോക്കാൻ വേണ്ടിട്ടാ. ഞാൻ 10 മാസം ചുമന്നാണ് എന്റെ മോനെ പ്രസവിച്ചത്, അറിയാമോ നിനക്ക്? അയ്യോടാ, പറഞ്ഞാ നന്നായി, എനിക്ക് അതൊന്നും അറിയാൻ പാടില്ലല്ലോ. സംസാരിച്ചോ സടകുടകണ നേതാവ്, നമ്മുടെ സ്വന്തം നേതാവ്, ജനനിരയുടെ പൊന്നാവ്, മാറ്റിമറിക്കണ ദുനിയാവ്. അങ്ങനെയുള്ള എന്നോട് എനിക്ക് പഞ്ചായത്തിൽ ഇരിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിലേ ആശുപത്രിയിൽ പോകണം, ഓപ്പറേഷനും ചെയ്യണം. അതെന്തിന്? ഈ അസുഖമുള്ളവർക്ക് ഇരിക്കാൻ പറ്റില്ല. അയ്യോ അതല്ല, നിങ്ങളെ ഈ ബഹളം കാരണം പഞ്ചായത്ത് ഓഫീസിൽ ഇരിക്കാൻ പറ്റില്ലെന്ന്. അത് തന്നെ മെമ്പറെ എനിക്കും പറയാനുള്ള. ഞാൻ വന്ന് കയറി അന്ന് തുടങ്ങിയ തൈ തള്ള. ഞാൻ എന്ത് ചെയ്തിട്ടാ മെമ്പറെ? ഞാൻ അരി വെച്ചാ കുറ്റം, കഞ്ഞി വെച്ചാ കുറ്റം, എല്ലാത്തിനും കുറ്റം. ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയി തിരിച്ച് സംസാരിച്ചിരുന്ന അതുപോലെ കുറ്റം. ഞാൻ ഇങ്ങനെ ഒന്നും മിണ്ടാത്ത പെണ്ണായതുകൊണ്ടല്ലേ ഈ വാർഡിൽ ഏറ്റവും കൂടുതൽ സൈലന്റ് ആയിട്ട് നിങ്ങളുടെ പെണ്ണേതാ? ഞാനല്ലേ മെമ്പറെ? പറയും മെമ്പറെ. അമ്മച്ചി, നിങ്ങള് പൊട്ടാസ്, ഇത് മുറ്റ് മിസൈൽ. ഒരു ദിവസം ആഹാരം എനിക്ക് തരത്തില്ല, അറിയാമോ? രാവിലെ വല്ല ആഹാരം കൊടുത്തൂടെ ഇവർക്ക്? രാവിലെ എന്താ തിന്നേന്നൊന്ന് ചോദിച്ച മെമ്പർ. എന്തിനാ കഴിച്ചേ? ഷെർലാക്ക്. ഷെർലാക്കാ? അല്ല, സിർലാക്ക്. എന്റെ അകത്ത് കിടക്കണ മൂന്നാമത്തെ കൊച്ചിന്റെ സിർലാക്കാ ഈ തള്ളെടുത്ത് തിന്നുന്നേ. ഇവര് തിന്നണ പോരാഞ്ച ഇവരുടെ മോനും കൂടി കയറ്റി കൊടുക്കാണ് ഇവര്. നിന്റെ കൊച്ചിന് കൊടുക്കാറിയെങ്കിലേ എന്റെ മോനും എനിക്ക് കൊടുക്കാൻ അറിയാം. ഈ പ്രായത്തിൽ ഷെർലാക്കിരുന്ന മോനാ? ഓ അതായത് മോൻ, എന്റെ മോൻ പാവച്ചി. അമ്മ ചരലേക്ക് തീർന്നമ്മ, കൂരമില്ല അമ്മ. കൊച്ചിന് തലക്കെട്ട, അപ്പൊ ഞാൻ എടുത്ത് തരാം. എന്റെ പാലും പാപ്പം. അയ്യടാ, എന്റെ കൊച്ചിന്റെ കുപ്പിയായത്. നല്ല തണ്ടും തടിയും ഉണ്ടല്ലോടാ. വല്ല ജോലിക്കും പോയി കുടുംബജീവമായിട്ട് ജീവിക്കാൻ നോക്കില്ല. എനിക്കും കല്യാണം കഴിക്കാൻ ആഗ്രഹത്തുണ്ടല്ല. പെട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എവിടെ കൊണ്ട് കിടത്തും? കട്ടിലിൽ കിടത്തണം. ഇവിടെ കട്ടിലിടാൻ സ്ഥലം വേണ്ടേ? കംപ്ലീറ്റ് തൊട്ടിലല്ലേ, തൊട്ടിൽ. ചേട്ടനും ചേട്ടത്തിയും കൂടെ മത്സരം. ആഹാ, മെമ്പറിനൊരു കാര്യം അറിയാവോ? കാട്ടുവള്ളി പോലെയാണ് വീട്ടിനകത്ത് കംപ്ലീറ്റ് തൊട്ടില്. അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം എങ്കിൽ ഞാൻ ടാർസനെ പോലെ ഇങ്ങനെ പോണം. ഇതാണ് ഈ വീട്ടിലെ അവസ്ഥ. മെമ്പറേ, നിങ്ങൾ ഇവിടെ ഉള്ളവർക്ക് ആടിനെ കൊടുത്തു, കോഴിയെ കൊടുത്തു, എനിക്കൊരു പെണ്ണിനെ ഒപ്പിച്ചു തന്നു. ഞാൻ പഞ്ചായത്ത് മെമ്പറാണ്, നീ ഉദ്ദേശിക്കുന്ന ആളല്ല. അയ്യോ, കല്യാണം കഴിക്കാൻ. ആഹാ, ഇവനെ കല്യാണം കഴിപ്പിക്കാൻ കഴിച്ചാൽ ഒരു വീട്ടിൽ കൊണ്ട് നിങ്ങൾ അറിഞ്ഞ? ഇല്ല, പറഞ്ഞില്ല. നീ വാ, പറഞ്ഞിറങ്ങി വാ. അതായത് നമ്മളെ പ്രാവുച്ചമ്പലത്തുള്ള ശശിയുടെ മോളെ കാണിക്കാൻ ഇവനെ കൊണ്ടുപോയി. അവിടെ ചെന്ന് പെണ്ണൊക്കെ കണ്ട് ചായ കൊടുത്തു കഴിഞ്ഞപ്പോ ഇവന് പെണ്ണിനെ അങ്ങ് ഇഷ്ടപ്പെട്ട് രണ്ടും കൂടെ കയറി അല്പം സംസാരിക്കണമെന്ന് റൂമിൽ കയറി കുറ്റിയും കിട്ടി. സ്വാഭാവികം. 2 മിനിറ്റ് കഴിഞ്ഞാൽ പെണ്ണ് വിളിച്ചോണ്ട് ഒറ്റ വേട്ടം. ഞാൻ പെണ്ണ് എന്താണ് കാണിച്ചത്? അയ്യോ, ഞാൻ ഒന്നും കാണിച്ചില്ല. ഞാൻ അവളോട് തേട്ടടി നമുക്കൊരു ടിക്ടോക്ക് ചെയ്യാമോ എന്ന്. മോശമല്ലേ? ആദ്യമായിട്ട് കാണുന്ന പെണ്ണിന്റെ മുഖത്തേക്ക് ചോദിക്കണം, മോശമല്ലേ? അല്ല, മെമ്പർ എന്തോന്ന് ഉദ്ദേശിച്ചത്? മറ്റേ കിസിങ്. അത് ലിപ് ലോക്ക്, ഇത് ടിക്ടോക്ക്. എന്റെ മെമ്പറെ, പണി വേരില്ലാത്ത ഇവനൊക്കെ ആര് പെണ്ണ് കൊടുക്കാനാ? മെമ്പറിന് വേറെ വല്ല പണിയൊന്നുമില്ലേ? ആ സംസാരിച്ചത് ശരിയായില്ല. ഒരു പ്രവാസിയുടെ മുഖത്ത് നോക്കിയാണ് സംസാരിച്ചത്. എത്ര നാളെ ഗൾഫിൽ പറ്റുമെന്നറിയാം. ഒരു ഗൾഫുകാരുടെ മുഖത്ത് നോക്കിയാണ് സംസാരിച്ചത്. മെമ്പർ, അത് ശരിയല്ല മെമ്പർ. ഇവൻ ഗൾഫിൽ പോയാ? എന്ന് പോയെന്ന് ചോദിക്കും മെമ്പറെ. എന്നാ ഗൾഫിൽ പോയാ? 2010 ഏപ്രിൽ 11. 2010 ഏപ്രിൽ 11 ഗൾഫിൽ പോയല്ലോ. ഇനി എന്ന് തിരിച്ചു വന്നെന്നും കൂടി മെമ്പർ ഒന്ന് ചോദിച്ചേ. എന്നാ തിരിച്ചു വന്നേ? 2010 ഏപ്രിൽ 12. അല്ല പിന്നെ 2010 ഏപ്രിൽ 11 പോയിട്ട് 2010 ഏപ്രിൽ 12. ഒറ്റ ദിവസത്തേക്കാ ക്ലൈമറ്റ് സെറ്റ് ആവണില്ല. കള്ളച്ചോറ് തിന്ന് ശീലിച്ചു ഇവന്. ഒരു വിഷയമല്ല. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളൊക്കെ അടിയും ബോളം കാരണം എനിക്ക് പഞ്ചായത്ത് ഓഫീസിൽ ഇരിക്കാൻ നിവർത്തിയില്ല. ഞാൻ വേറെ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. സീരിയലിന് കഥ എഴുത്ത്. പിന്നെ സീരിയൽ എന്ന് പറഞ്ഞാലേ എനിക്ക് പ്രാന്താണ്. അല്ലെങ്കിൽ ആ തളക്ക് പ്രാന്ത് തന്നെ മെമ്പറെ. മെമ്പർ ആ സീരിയലിന്റെ കഥ ഒന്ന് പറ. അല്ല, ഈ സീരിയൽ എന്ന് പറയുമ്പോ സീരിയലിന്റെ അറിയത്തില്ലേ, ഞങ്ങൾ 3 ഒറ്റ കെട്ടാണ്. അന്ന് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ തല്ലൊന്നും പിടിക്കാതെ ഇരുന്ന് കാണുള്ളൂ. കട്ടൻ ചായയൊക്കെ ഇട്ട് മിച്ചറൊക്കെ കഴിച്ച് ഞങ്ങൾ ഇരുന്ന് കാണും. കഥ പറ. കഥ എന്ന് പറയുമ്പോ ഗ്രാമാന്തരീക്ഷത്തിലുള്ള ഒരു കുഞ്ഞു വീട്, അച്ഛനും മക്കളും അടങ്ങുന്ന ഒരു കുഞ്ഞു കുടുംബം. അപ്പൊ തുടക്കം തന്നെ അടിപൊളിയായിരിക്കും. പുള്ളി രാവിലെ പണിക്കൊക്കെ പോയിട്ട് വളരെ കഷ്ടപ്പെട്ട് എന്നും കിട്ടുന്ന പൈസ കൊണ്ടുകൊടുത്ത് വളരെ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു കുടുംബം. അങ്ങനെ ആ നാട്ടിൽ പണിയില്ലാതായി. അപ്പൊ വേറൊരു നാട്ടില് അയാൾ പണിക്ക് പോയി. അവിടെയാണ് ട്വിസ്റ്റ്. ട്വിസ്റ്റ് എന്ന് പറയുമ്പോ എന്റെ അമ്മ കഥയിൽ ഒരു വഴിത്തിരിവ്. മെമ്പർ കഥ പറ.
തന്റേതല്ലാത്ത കാരണത്താൽ വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ടി വന്നു. ഷൂടാ. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവര് നേരെ പഴയ വീട്ടിലോട്ട് വരെയാണ്, ആദ്യത്തെ ഭാര്യയുടെ അടുത്തേക്ക്. പക്ഷെ അവള് വീട്ടിൽ കയറ്റൂല. അത് കേറ്റാത്ത അവള് വീട്ടിൽ കയറ്റൂല. ആദ്യത്തെ ഭാര്യ കയറ്റൂലേ? കയറ്റൂല. നല്ല കഥ, സൂപ്പർ കഥ. ഞാൻ രക്ഷപ്പെടും. അതാണ് അവിടെയാണ് വന്നിങ്ങനെ കഥ നിൽക്കുകയാണ്. എനിക്ക് അങ്ങോട്ട് കടന്നു പോകാൻ പറ്റില്ല. മെമ്പറേ, ആ. ഞാനിവിടെ വേറൊരു ടിസ്റ്റ് പറയട്ടെ. ഇതിനി എങ്ങനെ വേണോന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ മെമ്പർ എഴുതോ? ഉറപ്പായിട്ടും. ആ, ഇപ്പൊ തന്റേതല്ലാത്ത കാരണത്താലാണല്ലോ അയാൾ അവിടെ വേറെ കല്യാണം കഴിച്ചത്. അതെ. അങ്ങനെ ആ പെണ്ണിനെ കെട്ടിക്കൊണ്ട് വരുമ്പോ ഇവിടെ ആദ്യ ഭാര്യ ആ അവരെ സ്വീകരിക്കണം. അതാണ് ന്യായം. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അത് തന്നെ അങ്ങനെ തന്നെ ചെയ്യണം. കുഴപ്പമില്ല. എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. എന്താ കുഴപ്പം? നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഒരു വിഷയമില്ല. ഞങ്ങൾക്ക് എന്ത് കുഴപ്പമൊന്നും. നിങ്ങൾക്കൊരു വിഷയമില്ല, പിന്നെ എനിക്ക് എന്തൊന്ന് വിഷയം? ഡേയ് പൊടിയാ, കേറി വേണ. ഇവിടെ ഒരു വിഷയമില്ല, നീ ധൈര്യമായിട്ട് വാ.